കൂട്ടുകാരെ, എല്ലാവർക്കും നിജൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഒരുപാട് ആളുകൾ എപ്പോഴും നമ്മുടെ കമൻസിൽ പറയുന്നൊരു കാര്യമാണ്, ചേച്ചി കൃത്യമായിട്ട് ഞങ്ങൾ കോൺടാക്ട് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് ഞങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട്, ഓരോ ടിപ്സ് ഞങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്, പക്ഷേ പ്രഗ്നൻസി കിട്ടുന്നില്ല എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. അവർ മസ്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു ടിപ്പിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പീരിയഡ്സിൻ്റെ 9th ഡേ മുതലാണ് നമ്മൾ ഈ ടിപ്പ് ഫോളോ ചെയ്ത് തുടങ്ങേണ്ടത്. ഇത് കൃത്യമായിട്ട് ഫിസിക്കൽ കോൺടാക്ട് ചെയ്യുക എന്നതാണ് ഈ ഒരു ടിപ്പിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്ന ടോപ്പിക് കേട്ടോ. എന്തുകൊണ്ട് പീരിയഡ്സിൻ്റെ 9th ഡേ മുതൽ നമ്മൾ ഫിസിക്കൽ കോൺടാക്ട് ചെയ്യണമെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. സാധാരണയായിട്ട് നമുക്ക് ഫിസിക്കൽ കോൺടാക്ട് ചെയ്യുന്നത് ഏകദേശം ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള ആ ഒരു ദിവസങ്ങളിലായിരിക്കും. ന്യൂലി മാരിഡ് ആയിട്ടുള്ള ആളുകൾ ഓവുലേഷൻ ഡേറ്റ് നോക്കാതെ തന്നെ ഫിസിക്കൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങുന്നുണ്ടാകും. പക്ഷേ വിവാഹം കഴിഞ്ഞിട്ട് ഒരുപാട് നാളുകളായിട്ടുള്ളവർ, വർഷങ്ങൾക്ക് പിന്നീട് അങ്ങോട്ട് പോയിട്ടുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അവർ ഓവുലേഷൻ ഡേറ്റിലായിരിക്കും. ഈ ഓവുലേഷൻ എന്ന് പറയുന്ന ഒരു ദിവസം നമുക്ക് ഉണ്ടാവുന്നത് ഏകദേശം ഒരു 24 ടു മാക്സിമം അങ്ങേറ്റം മാക്സിമം ഒരു 36 hours വരെ ആയിരിക്കും നമുക്ക് ഉണ്ടാവുന്നത്. ഈ ഓവുലേഷൻ നടക്കുന്ന സമയത്ത് നമ്മുടെ അണ്ടം ഏകദേശം ആ അത്രയും മണിക്കൂറുകൾ മാത്രമാണ് നമ്മുടെ ശരീരത്തിൽ നിൽക്കുന്നതെങ്കിൽ കൂടി തന്നെയും നമ്മുടെ ശരീരത്തിലോട്ട് പ്രവേശിക്കുന്ന പുരുഷന്റെ സ്പേം മാക്സിമം നമ്മുടെ സ്ത്രീ ശരീരത്തിൽ 5 ദിവസം വരെ നിലനിൽക്കും. ഈ 5 ദിവസം ആ ഒരു സ്പേമിൻ്റെ ആ ഒരു ക്വാളിറ്റി, അതുപോലെ നമ്മുടെ ശരീരം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു എൻവയോൺമെൻറ്റ്, ഇതിനൊക്കെ അനുസരിച്ചിട്ടാണ് നിൽക്കുന്നത്. ചിലത് 3 ദിവസം കൊണ്ട് തന്നെ നശിച്ചു പോകും, ചിലത് 4, ചിലത് 5, അങ്ങനെയുള്ള ദിവസങ്ങളിൽ വരെ നിലനിൽക്കാറുണ്ട്. ഈ സമയങ്ങളിൽ നമ്മൾ പ്രോപ്പറായിട്ട് ഫിസിക്കൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ പ്രഗ്നൻസി പോസിബിൾ ആവുകയുള്ളൂ. ഏറ്റവും കൂടുതൽ റെഗുലറായിട്ട് മെൻസ്ട്രൽ സൈക്കിളുള്ള ഒരാൾക്ക് ഏകദേശം ഇത്ര ദിവസം നമുക്ക് ഓവുലേഷൻ ഉണ്ടാകുന്ന ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതോടൊപ്പം തന്നെ ഓവുലേഷൻ ായിട്ടുള്ള ലക്ഷണങ്ങൾ നമുക്ക് ശരീരത്തിൽ വരുന്നുണ്ടെങ്കിൽ ഈ ദിവസം ഓവുലേഷൻ ആകുന്നുണ്ട് എന്നൊരു അവബോധം നമുക്ക് മനസ്സിൽ ഉണ്ടാകും. എന്നാൽ ഇതില്ലാത്ത, നമുക്ക് സൈക്കിൾ ലെങ്ത് കൃത്യമായിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റാത്ത ആളുകളുണ്ട്. ഒരു മാസം 31 ആണെങ്കിൽ അടുത്ത മാസം 38, പിന്നെ അഗൈൻ 32, അങ്ങനെയൊക്കെ സൈക്കിൾ ലെങ്ത് പോകുന്ന ആളുകളുണ്ട്. ഈ ആളുകൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കില്ല. ചാനലിൽ അങ്ങനെ പറയുന്ന ആളുകളോട് എല്ലാവർക്കും ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കുന്ന ഒരു ടിപ്പാണ് നമ്മുടെ പീരിയഡ്സിൻ്റെ 9th ഡേ മുതലെങ്കിലും കോൺടാക്ട് ചെയ്ത് തുടങ്ങുക എന്ന് പറയുന്നത്. കാരണം നമ്മുടെ സൈക്കിൾ ഇറഗുലർ ആണെങ്കിൽ, ഓരോ ദിവസവും ഡേറ്റ് ഫ്ലക്ച്വേറ്റിംഗ് ആണെങ്കിൽ നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഓവുലേഷൻ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. ഹോർമോണൽ ഇംബാലൻസസ് ശരീരത്തിൽ ഉണ്ടാകുന്നത് കൊണ്ടാണ്. അതുപോലെ ഒബിസിറ്റി അല്ലെങ്കിൽ തൈറോയിഡ്, PCOD, അങ്ങനെ പല ബുദ്ധിമുട്ടുകളും നമുക്ക് ശരീരത്തിൽ ഉണ്ടാകുന്നത് കൊണ്ടാണ് കൃത്യമായിട്ട് ഒരു ഓവുലേഷൻ ഡേറ്റ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കാത്തത്. അതുകൊണ്ട് തന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ടൈം പീരീഡ് ഓവുലേഷൻ ഉണ്ടാവാനായിട്ടുള്ള ചാൻസസും കുറവാണ്. അപ്പോൾ പീരിയഡ്സിന്റെ ഒരു 9th ഡേ മുതൽ തന്നെ നിങ്ങൾക്ക് സൈക്കിൾ ലെങ്ത് വളരെ കൂടുതലാണെങ്കിൽ കൂടി തന്നെ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് തുടങ്ങുക. ഓവുലേഷൻ്റെ ഏകദേശം പീരിയഡ്സിന്റെ 9th ഡേ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ബോഡി കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ആയിട്ടുണ്ടാകും. ഇപ്പോൾ നിങ്ങളുടെ ഒരു സൈക്കിൾ ലെങ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ആദ്യത്തെ ഒരു ദിവസം 31-ാം തീയതിയും രണ്ടാമത്തെ ഒരു മാസം 38-ാം തീയതി 38 ദിവസം കൂടുമ്പോഴുമാണ് നിങ്ങൾക്ക് ബ്ലീഡിങ് വരുന്നതെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ആ ഒരു 9th ഡേ മുതൽ തന്നെ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് തുടങ്ങുക. 9th ഡേയിൽ നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 2 ദിവസം കൂടുമ്പോഴെങ്കിലും നിങ്ങൾ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് 9th ഡേയിൽ നിങ്ങൾ തുടങ്ങുക, ദെൻ 11th ഡേയിൽ നിങ്ങൾ ചെയ്യുക, ദെൻ 13th ഡേ നിങ്ങൾ ചെയ്യുക. ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഓൾമോസ്റ്റ് നിങ്ങളുടെ ഒരു സൈക്കിൾ ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുമല്ലോ. അതായത് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത് ഇപ്പോൾ പ്രീവിയസ് ആയിട്ടുള്ള 3 മാസത്തെ സൈക്കിൾ ലെങ്ത് നിങ്ങൾ എടുക്കുക. നിങ്ങളുടെ സൈക്കിൾ ഇറഗുലർ ആണെങ്കിൽ, അതായത് കൃത്യമായിട്ട് ഡേറ്റ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പ്രീവിയസ് ആയിട്ടുള്ള 3 മാസത്തെ നിങ്ങൾ എടുക്കുക. ഇതിപ്പോൾ ജൂൺ മാസമാണ് നിങ്ങൾക്ക് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ മെയിലെ സൈക്കിൾ ലെങ്ത്, ഏപ്രിലിലെ സൈക്കിൾ ലെങ്ത്, മാർച്ചിലെ സൈക്കിൾ ലെങ്ത്, ഇത് 3ഉം നിങ്ങൾ എടുത്തതിന് ശേഷം ഇത് ഡിവൈഡ് ചെയ്യുക. ഈ 3 ഇപ്പോൾ 31 ആദ്യത്തെങ്കിൽ 31 + 37 + 32, ഇത് 3 കൂടി ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്കൊരു ആൻസർ കിട്ടും. ഇത് 3ഉം തമ്മിൽ നമ്മൾ കൂട്ടുമ്പോഴേക്കും കിട്ടുന്ന ആൻസർ 100 ആയിരിക്കും. ദെൻ നമ്മൾ എടുത്ത 3 മാസത്തെ ആയതുകൊണ്ട് ഡിവൈഡഡ് ബൈ 3 ചെയ്യുക. ഇത് ഡിഫോൾട്ട് ആയിട്ടുള്ള സംഖ്യയാണ്. നമ്മൾ 3 മാസത്തെ എടുക്കുമ്പോഴേക്കും ഡിവൈഡഡ് ബൈ 3 തന്നെ ചെയ്യുക. 3 ചെയ്യുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന ആൻസർ 33.3 ആയിരിക്കും. അതുകൊണ്ട് നമ്മളിത് 33 ദിവസം നിങ്ങളുടെ ആവറേജ് സൈക്കിൾ ലെങ്ത് ആയിട്ട് എടുക്കുക. ഈ 31 സൈക്കിൾ ലെങ്ത് ആകുമ്പോഴേക്കും നമ്മൾ നോർമലി ചാനലിൽ ഷെയർ ചെയ്തിട്ടുള്ള ഒരു ടിപ്പുണ്ട്. ഈ റെഗുലർ സൈക്കിളാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിലും റെഗുലർ സൈക്കിളാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിലും ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രയാണോ സൈക്കിൾ ലെങ്ത് അതിനെ 14 കൊണ്ട് കുറയ്ക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 33 സൈക്കിൾ ലെങ്ത് നമ്മൾ നോക്കുമ്പോഴേക്കും 33-ൽ നിന്ന് നമ്മൾ 14 കുറയ്ക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 19 ആണ്. ഈ 19 ആണ് നിങ്ങളുടെ ഓൾമോസ്റ്റ് വരുന്ന ഒരു ഓവുലേഷൻ ഡേറ്റ്.
അപ്പോൾ ഇവിടെ നമ്മൾ പീരിയഡ്സിൻ്റെ ആ ഒരു 9th ഡേ മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങുമ്പോഴേക്കും 9th ഡേ ചെയ്യുക, 11th ഡേ ചെയ്യുക, 13th ഡേ ചെയ്യുക, ദെൻ എഗെയിൻ 15th ഡേ ചെയ്യുക, ദെൻ 17th ഡേ ചെയ്യുക, 19th ഡേ ചെയ്യുക. ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യുന്നത്, ഇങ്ങനെയെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ ചെയ്യുന്നത് പ്രഗ്നൻസി കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതല്ലാതെ നിങ്ങൾക്ക് റെഗുലറായിട്ട് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ 13, 14, 15, 16, 17, 18, 19, ദെൻ 20, 21 ഈ 2 ദിവസവും കൂടി നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സാധാരണ നമ്മളിൽ ഇജാക്കുലേഷൻ സംഭവിച്ചു കഴിയുമ്പോഴേക്കും മില്യൺസ് ഓഫ് സ്പേം സെൽസ് ആണ് നമ്മുടെ ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു ഇജാക്കുലേഷൻ പുറത്ത് കാണുമ്പോഴേക്കും ഏകദേശം കുറച്ച്, നമ്മളിപ്പോൾ നോക്കുമ്പോഴേക്കും ഏകദേശം നമ്മുടെ ഒരു സ്പൂൺ കണക്കെടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ 1 സ്പൂണോ 1.5 സ്പൂണോ ഒക്കെ ആയിരിക്കും ഇജാക്കുലേഷൻ സംഭവിച്ച് പുറത്തേക്ക് വരുന്നത്. ആ സെമൻ്റെ കണ്ടന്റിൽ മില്യൺസ് ഓഫ് സ്പേം സെൽസ് ഉണ്ട്. ഈ സ്പേം സെൽസിൽ കുറേയൊക്കെ ക്വാളിറ്റി കുറവായിട്ട് തിരിച്ച് ഇങ്ങോട്ടേക്ക് നിങ്ങൾ 15 മിനിറ്റ് റെസ്റ്റ് ചെയ്താലും അരമണിക്കൂർ റെസ്റ്റ് ചെയ്താലും കുറച്ച് ഇങ്ങോട്ടേക്ക് പോരാനായിട്ട് ചാൻസ് ഉണ്ട്. കുറച്ച് ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നശിച്ചു പോകാറുണ്ട്. ചിലത് ശരീരം അകത്ത് വെച്ച് തന്നെ നശിപ്പിക്കാറുണ്ട്. ചിലത് അണ്ടം വരുന്ന അത്രയും ദിവസം വരെ വെയിറ്റ് ചെയ്ത് നിന്നിട്ടും അണ്ടത്തിനെ മീറ്റ് ചെയ്യാൻ പോകാൻ പറ്റാതെ നശിച്ചു പോകുന്നുണ്ട്. എന്നിട്ടും സർവൈവ് ചെയ്ത് മുൻപോട്ടേക്ക് പോകുന്ന ചിലപ്പോൾ 1000സോ അല്ലെങ്കിൽ 10,000സോ ഒക്കെ ആയിരിക്കും മുൻപോട്ടേക്ക് പോകുന്നത്. അതിൻ്റെ ഒരു കൗണ്ട് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഏകദേശം ഓവുലേഷൻ ഡേറ്റിനേക്കാളും മുൻപ് മുതൽ തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കാനായിട്ട് പറയുന്നത്. നിങ്ങൾ പ്രോപ്പറായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രഗ്നൻസി ആകുന്നില്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കുക. സാധാരണ ഒരുപാട് പേര് പറയുന്നുണ്ട് എല്ലാ ടെസ്റ്റും ചെയ്തു, ട്യൂബ് ടെസ്റ്റും ഒക്കെ അറ്റ കൈക്ക് ട്യൂബ് ടെസ്റ്റും ചെയ്തവരുണ്ട്. ഇതെല്ലാം ചെയ്തിട്ടും പ്രഗ്നൻസി കിട്ടുന്നില്ല എന്ന് പറയുന്ന ആളുകൾ ഹസ്ബൻഡിൻ്റെ സെമൻ അനാലിസിസും കൂടി നടത്തിയതിന് ശേഷവും ഇങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡിലാണോ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഒരുപാട് ആളുകൾ എക്സാക്റ്റ് ഓവുലേഷൻ ഡേറ്റിൽ മാത്രം ചെയ്യാമെന്ന് വിചാരിക്കുന്നവരുണ്ട്. ഒരുപാട് പേര് നേരത്തെ ചെയ്ത് കഴിയുമ്പോഴേക്കും ക്വാളിറ്റിയുള്ള സെമനൊക്കെ നശിച്ചു പോകുമോ അല്ലെങ്കിൽ സെമൻ്റെ അളവ് കുറഞ്ഞു പോകുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് എക്സാക്റ്റ് ഓവുലേഷൻ ഡേറ്റിലോ അല്ലെങ്കിൽ അതിനേക്കാൾ 2 ദിവസം മുൻപ് മുതൽ ചെയ്ത് തുടങ്ങിയാൽ മതിയല്ലോ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. നമ്മുടെ അണ്ടൻ ഡെവലപ്പ് ആകുന്നതിനേക്കാളും വളരെ സ്പീഡിലാണ് സെമൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് ഇജാക്കുലേറ്റ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് നാളെ അത് പ്രഗ്നൻസി അഫക്റ്റ് ചെയ്യുമൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഡൗട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഹസ്ബൻഡിന് ടൊമാറ്റോയുടെ കണ്ടന്റ് അടങ്ങി ടൊമാറ്റോ കൂടുതലായിട്ട് ഫുഡ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ സോക്ഡ് ആയിട്ടുള്ള ബദാം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഗ്രാമ്പു വെള്ളം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പേരയ്ക്ക കൊടുക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ഫിസിക്കലി ഒന്ന് ആക്റ്റീവായിട്ടിരിക്കാനായിട്ട് എന്തെങ്കിലും എക്സസൈസ് അദ്ദേഹത്തിന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം ചെയ്യുമ്പോഴേക്കും ക്വാളിറ്റിയുള്ള സെമൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടാകും. അപ്പോൾ അതുമൂലം നിങ്ങൾക്ക് എളുപ്പത്തിൽ പ്രഗ്നൻ്റ് ആകാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് എൻ്റെ ഏതെങ്കിലും ഹെൽപ്പ് വേണ്ടുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ ഈ പറഞ്ഞ ആ ഒരു വഴി ഉണ്ടല്ലോ 33 നിന്ന് 14 കുറയ്ക്കുന്ന ആ ഒരു ടിപ്പ്, നിങ്ങളുടെ ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കുന്ന ഒരു ടിപ്പ്, അത് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞ് നിങ്ങൾ ഓൺലൈനായിട്ട് അടിച്ചു കൊടുത്താൽ മതി, ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അതിൽ നിങ്ങളുടെ സൈക്കിൾ ഇറഗുലർ ആണെങ്കിലും ഞാൻ ആദ്യം പറഞ്ഞ മെത്തേഡ് അനുസരിച്ചിട്ട് പ്രീവിയസ് ആയിട്ടുള്ള 3 മാസത്തെ സൈക്കിൾ ലെങ്ത് നിങ്ങൾ കണ്ടുപിടിച്ചതിന് ശേഷം അതിനെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 3 വെച്ച് ഹരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവറേജ് ആയിട്ടുള്ള ഒരു സൈക്കിൾ ലെങ്ത് കിട്ടും. നമുക്ക് 33.3 കിട്ടിയ പോലെ നിങ്ങൾക്കും ഒരു ആവറേജ് ആയിട്ടുള്ള സൈക്കിൾ ലെങ്ത് കിട്ടും. ഈ സൈക്കിൾ ലെങ്ത്തും നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ പീരിയഡ്സിൻ്റെ ആ ഒരു ഡേറ്റും നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഓവുലേഷൻ ഡേറ്റ് കിട്ടും. ഈ ഡേറ്റിൽ നിങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ കൂടി തന്നെയും നിങ്ങളുടെ ശരീരം ഓവുലേഷൻ്റെതായിട്ടുള്ള എന്തെങ്കിലും ലക്ഷണങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ടോ എന്ന് കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഡേറ്റ് അനുസരിച്ചിട്ട് ഓവുലേഷൻ്റെ ഒരു ലക്ഷണവും നിങ്ങൾക്ക് കാണുന്നില്ലെങ്കിൽ ഓവുലേഷൻ ടെസ്റ്റ് കിറ്റ് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. അതിൽ നിങ്ങൾക്ക് നെഗറ്റീവ് ആണെങ്കിൽ ഡോക്ടറെ കണ്ട് ഫോളിക്കുലാർ സ്റ്റഡി ചെയ്യാനായിട്ട് നിങ്ങൾ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.